ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 മലയാള വർഷഫലം. അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഒരു വർഷത്തെ ഫലം. പൊതുവെ ഈ ഒരു വർഷം ദൈവാധീനമുള്ള ഒരു വർഷമാണ്. ഏഴരശനി അത് ജന്മത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നത് വളരെ ആശ്വാസകരവുമാണ്. ഭാഗ്യഭാവം കുംഭം രാശിക്കാർക്ക് അത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ ഇഷ്ടഗ്രഹങ്ങൾ വരുന്നതും അതുപോലെ തന്നെ 9-ാം ഭാവാധിപന്റെ രാശി മാറി മാറിയുള്ള ചില സഞ്ചാരങ്ങളും ഒക്കെ സ്വാധീനിക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഒക്കെ. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും അത് മുഖാന്തരം സുഹൃത്തുക്കളുടെ സഹായത്താൽ ഒരു ഉയർച്ച വന്നു ചേരുക, പുതിയതായിട്ട് നല്ല ഒരു കോഴ്സിന് ചേരുവാൻ സെലക്ട് ആകുന്നതിനും അല്ലെങ്കിൽ നല്ല കോഴ്സ് കണ്ടുപിടിച്ച് ചേരുവാനും ഒക്കെ സുഹൃത്തുക്കൾ സഹായിക്കും. അതുപോലെ തന്നെയാണ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ അനുസരിച്ച് ഗ്രൂപ്പ് ആയിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ അയച്ച് അവർക്ക് നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ വന്നുപെട്ടാലും അതൊക്കെ ഈ ഒരു വർഷത്തിന്റെ അവസാനത്തോടുകൂടി നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും കടങ്ങളൊക്കെ വീടുന്നതിനും ഉള്ള യോഗമുണ്ട്. മത്സര ബുദ്ധിയോടുകൂടി പരമാവധി പ്രവർത്തിക്കുക, വിജയങ്ങൾ വന്നു ചേരും. സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് തൊഴിൽ സ്ഥലത്ത് മാത്രമല്ല, സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാരായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ മറ്റ് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ശത്രുക്കൾ നിഷ്പ്രഭരാകുന്ന ഒരു വർഷമാണ്. അതായത് ഏതെങ്കിലും ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി പ്രവർത്തനം മന്ദീഭവിക്കുകയോ നിർത്തിവെക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതൊക്കെ പുനരാരംഭിച്ച് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയും വൻ നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. ഭക്ഷണകാര്യം, അത് പഴകിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതെയും കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. കായിക മത്സരങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കലാമത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നവർ, പരീക്ഷകളിൽ എഴുതുന്നവർ, ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സമ്മാനങ്ങളൊക്കെ കിട്ടുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത ആവശ്യമുള്ള വർഷമാണ്. അത് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. രോഷം കൊണ്ട് പ്രവർത്തിച്ച് പെട്ടെന്ന് അകൽച്ച ഉണ്ടാകുവാൻ സൂചനയുള്ള ഒരു വർഷം തന്നെയാണ്, അതിന് സംശയിക്കേണ്ട. എത്ര വളരെ സ്നേഹത്തോടു കൂടിയുള്ള ദമ്പതികളായാലും ഒരു കാര്യവുമില്ലാതെ എപ്പോഴും സണ്ട കൂടുക, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ്. ശത്രുക്കളോട് ഒരു കരുതൽ എപ്പോഴും ആവശ്യമാണ്, പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുമ്പോൾ. ദമ്പതികളായിട്ടുള്ളവർക്ക് പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനും കാർഷിക രംഗത്ത് നല്ല വിളകൾ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. ഒരു ഭൂമി സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാനും യോഗമുള്ള ഒരു വർഷമാണ്. പൊതുവെ നോക്കുമ്പോൾ വിദേശ കാര്യത്തിലൊക്കെ ആയാലും നല്ല ഒരു കാലം. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങളും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ്. ലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുന്ന കാലമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. വ്യാഴത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഈ വർഷം ഉണ്ടാകും.
ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. ജാതകാലുള്ള ഫലങ്ങൾ അറിയുവാനാണ് ജാതകം നോക്കുന്നത്. അതിന് നേരിട്ട് അവസരമുണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് ഒരു നല്ല പുതുവത്സര ആശംസ.